നമസ്കാരം. ഒരു കാലത്ത് വളരെയധികം ടൂറിസ്റ്റുകളെ ആകർഷിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു തെക്കൻ കൊറിയ. അവിടെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള താമസ സംവിധാനങ്ങളും അതുപോലെ കാണാൻ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഒക്കെ ഉള്ള തെക്കൻ കൊറിയ വടക്കൻ കൊറിയ അപേക്ഷിച്ച് ഏറെ സുരക്ഷിതവുമായ ഒരു രാജ്യമായിരുന്നു. വടക്കൻ കൊറിയയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആളുകളെ പ്രവേശിപ്പിക്കാൻ തന്നെ അവർ അനുവാദം നൽകുമോ എന്ന് സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പക്ഷേ തെക്കൻ കൊറിയയിലാകട്ടെ എല്ലാ കാലത്തും അവർ ടൂറിസ്റ്റുകളെ സ്വാഗതം ചെയ്യുകയും അവർക്ക് വേണ്ടിയുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കുകയും ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ കോവിഡ് മഹാമാരിയാണ് ഇതെല്ലാം മാറ്റിമറിച്ചത്. കോവിഡ് മഹാമാരിക്ക് ശേഷം തെക്കൻ കൊറിയയിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള കുറവാണ് അനുഭവപ്പെട്ടിരുന്നത്. ഏതായാലും ഇപ്പോൾ തെക്കൻ കൊറിയ ടൂറിസ്റ്റുകളെ കൂടുതലായി ആകർഷിക്കുന്നതിന് വേണ്ടി ഒരുപാട് പുതിയ സംവിധാനങ്ങൾ, പുതിയ തീരുമാനങ്ങളുടെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള 6 രാജ്യങ്ങളിലെ സന്ദർശകർക്ക് അവിടെ വിസ ഫീസ് നിരക്കിൽ ഇളവ് വരുത്താൻ തെക്കൻ കൊറിയ തീരുമാനിച്ചിരിക്കുകയാണ്. ഗ്രൂപ്പ് വിസയ്ക്കാണ് ഇത്തരത്തിലുള്ള ഇളവ് ലഭിക്കുക. അടുത്ത 6 മാസത്തേക്കാണ് ഈ ഇളവ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് അടുത്ത ജൂൺ മാസം വരെ ഈ രാജ്യങ്ങളിൽ നിന്ന് ഗ്രൂപ്പായി എത്തുന്ന സന്ദർശകർക്കാണ് ഈ ഒരു നിരക്ക് ഇളവ് ഇപ്പോൾ തെക്കൻ കൊറിയ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഇളവ് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഇന്ത്യ, ചൈന, വിയറ്റ്നാം, ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ, കംബോഡിയ, ഈ 6 രാജ്യങ്ങൾക്കാണ് ഈ ഇളവ് ലഭിക്കുന്നത്. ഇവരുടെ കൂട്ടത്തിൽ ഇന്ത്യ ഉൾപ്പെടുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായൊരു കാര്യമാണ്. തെക്കൻ കൊറിയ എല്ലാ കാലത്തും ഇന്ത്യയുമായി ഏറ്റവും മികച്ച ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ്. വാഹന വ്യവസായവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ തെക്കൻ കൊറിയ ഇന്ത്യയുമായി വിവിധ മേഖലകളിൽ സഹകരിക്കുന്നുണ്ട്. തെക്കൻ കൊറിയയിലെ വാഹനങ്ങൾക്ക് ഇന്ത്യയിൽ ഇന്നും വലിയ ഡിമാൻഡ് തന്നെയാണ് ഉള്ളത്. ഇന്ത്യയിൽ ഈ പല കൊറിയൻ കമ്പനികൾക്കും വാഹന നിർമ്മാണ ശാലകളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ മേഖലകളിലും സഹകരിക്കുന്ന ഒരു രാജ്യമെന്ന നിലയിലായിരിക്കാം ഒരുപക്ഷെ അവർ ഇന്ത്യയും ഇത്തരത്തിൽ ഈ ഇളവിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കോവിഡ് മഹാമാരിക്ക് ശേഷം ടൂറിസം മേഖലയിലുണ്ടായ തിരിച്ചടി നേരിടുന്നതിന് വിവിധ പദ്ധതികളാണ് തെക്കൻ കൊറിയയുടെ ധനകാര്യ മന്ത്രാലയം ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്തരത്തിലുള്ള ഈ വിസ നിരക്കിൽ ഫീസ് ഇളവ് അനുവദിക്കുന്നത്. കഴിഞ്ഞ വർഷം ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധന ഉണ്ടായി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ചൈനയിൽ നിന്നാണ് ഏറ്റവും അധികം സന്ദർശകർ കഴിഞ്ഞ വർഷം കൊറിയ സന്ദർശിക്കാൻ എത്തിയത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 3,78,000 ടൂറിസ്റ്റുകളാണ് ചൈനയിൽ നിന്ന് ഇവിടെ എത്തിയത്. അമേരിക്കയിൽ നിന്നും അതുപോലെ പ്രധാനപ്പെട്ട പല രാജ്യങ്ങളിൽ നിന്നുമൊക്കെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ തന്നെയാണ് ദക്ഷിണ കൊറിയ സന്ദർശിക്കാനായി എത്തിയത്. ഈ വർഷം, അതായത് 2026-ൽ തെക്കൻ കൊറിയ സന്ദർശിക്കുന്ന മൊത്തം വിനോദസഞ്ചാരികളുടെ എണ്ണം 20 ലക്ഷം കവിയും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ഇളവുകൾ ഇപ്പോൾ അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രമല്ല പരമാവധി ആരോഗ്യപരമായ മേഖലകളിലൊക്കെ തന്നെ തെക്കൻ കൊറിയ ഒരുപാട് പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഒരുപാട് ആശുപത്രികൾ ഉൾപ്പെടെയുള്ള തെക്കൻ കൊറിയയിൽ ആരോഗ്യ മേഖലയിൽ തന്നെ ഒരുപാട് പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ഈ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന സന്ദർശകർക്കായി അങ്ങേയറ്റം സുരക്ഷാ സംവിധാനങ്ങളും ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നേരത്തെ മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ പോകുമായിരുന്ന വിനോദസഞ്ചാരികൾ പലരും ഒരു മാറ്റത്തിന് വേണ്ടി ഇപ്പോൾ കൊറിയ സന്ദർശിക്കുന്നതും ഒരു പതിവാക്കിയിരിക്കുകയാണ്. മാത്രമല്ല അവരുടെ ഈ വലിയ ഫാക്ടറികളും വാഹന നിർമ്മാണ ശാലകളുമൊക്കെ തന്നെ ഈ സഞ്ചാരികൾക്ക് മുൻകൂർ അനുമതി വാങ്ങി കാണാനുള്ള സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ പുതിയൊരു ലോകം അവർക്ക് മുന്നിൽ തുറക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തെക്കൻ കൊറിയ ഈ പുതിയ തീരുമാനത്തിലൂടെ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ വിസ ഫീസ് ഇളവ് സഞ്ചാരികളെ കൂടുതൽ എത്തുന്നതിനെ ഉത്തേജനമായി മാറും എന്ന് തന്നെയാണ് തെക്കൻ കൊറിയ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രീലങ്കയിലും മലേഷ്യയിലും സിംഗപ്പൂരും ഒക്കെ പോകുന്നത് പതിവാക്കിയവരാണ്. അവിടെയൊക്കെ സന്ദർശിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി വേണമെങ്കിൽ ഒരു പുതുമയുള്ള രാജ്യം എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായി വേണമെങ്കിൽ തെക്കൻ കൊറിയ സന്ദർശിക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിലെ ടൂർ പാക്കേജ് കമ്പനികളൊക്കെ തന്നെ ഒരുപക്ഷെ ഇപ്പോഴുണ്ടായ കൊറിയയുടെ ഈ തീരുമാനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഫീസ് ഇളവ് കൂടി വന്ന ഒരു പശ്ചാത്തലത്തിൽ അങ്ങോട്ടേക്കുള്ള സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. തെക്കൻ കൊറിയയിലെ പുരാതന മന്ദിരങ്ങളും ചരിത്ര സ്മാരകങ്ങളും ഒക്കെ തന്നെ നമുക്ക് കണ്ട് ആസ്വദിക്കാം. അപ്പോൾ ഏതായാലും ഇനി നമ്മൾ ഒരു ടൂർ പാക്കേജ് കുടുംബാംഗങ്ങളൊക്കെ തന്നെ ആലോചിക്കുമ്പോൾ അതിൽ തെക്കൻ കൊറിയയ്ക്കും നമുക്ക് മുൻഗണന നൽകാം എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവർ എല്ലാവിധ സംവിധാനങ്ങളും അവർക്ക് കാത്തിരിക്കുകയാണ് ലോകമെമ്പാടും നിന്നുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ. പ്രത്യേകിച്ച് ഇന്ത്യക്കാരോട് അവർക്കുള്ളൊരു പ്രത്യേക മമതയുടെ കൂടി ലക്ഷണമായിട്ടാണ് ഈ ഫീസ് ഇളവ് അനുവദിച്ചിട്ടുള്ള രാജ്യങ്ങളുടെ 6 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ്.